ഈ ബലഹീനനെ പോലെ നടക്കുന്ന, അപ്പൻ്റെ സ്നേഹമില്ലാത്ത, സ്നേഹം കിട്ടാത്ത, അമ്മയുടെ സ്നേഹം കിട്ടാത്ത, സഹോദരങ്ങളുടെ സ്നേഹം കിട്ടാത്ത, എന്തിനത് അവൻ വീട്ടിൽ വന്നിട്ട് എത്ര നാളായെന്ന് നിങ്ങൾ ചിന്തിച്ചോണം. വീട്ടിൽ വലിയ ഇസ്രായേലിലുള്ള 12 ഗോത്രങ്ങളിലുമുള്ള ദാൻ മുതൽ ബെർശേബ വരെ വിറയ്ക്കുന്ന ശൗമേൽ പ്രവാചകൻ തൻ്റെ വീട്ടിൽ വന്നിട്ട് പോലും ഈ മകനെ വിളിച്ചു വരുത്താൻ മനസ്സ് കാണിച്ചില്ലെങ്കിൽ പിന്നെ ഇവനെ വിളിച്ച് ഭക്ഷണം കൊടുക്കുവാണോ? പക്ഷെ അതിൻ്റെ നടുവിലും ദൈവത്തെ സ്തുതിച്ചവനെ കുറിച്ച് ദൈവം പ്ലാൻ ചെയ്തു. ഇവന്റെ നാമം, എന്നെ സ്നേഹിക്കുന്ന സർവരുടെ നാവിൽ ദാവീദിന്റെ നാമം ഉണ്ടായിരിക്കണമെന്ന്. നീ ഞെരുക്കത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും നടുവിൽ നടക്കുമ്പോൾ, പിതാവോ മാതാവോ തുണയാളിയോ നിന്നെ സ്നേഹിക്കാതിരിക്കുമ്പോൾ, മറ്റുള്ളവരെ വേണ്ടവണ്ണം ബഹുമാനിക്കാതോ മാനിക്കാതോ ഇരിക്കുമ്പോഴും നീ ദൈവത്തോട് പറ്റി നടന്നുകൊണ്ട് നീ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണോ, നീ ലജ്ജിച്ചു പോകത്തില്ല. നിന്റെ തലയെ ഉയർത്താൻ എൻ്റെ ദൈവശക്തനാണ്.